ലയോ 14-ാമൻ പാപ്പ സെന്റ് അഗസ്റ്റിൻ സന്യാസ സഭയുടെ പ്രയർ ജനറലായി സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് വയനാട്ടിലെ തലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് അഗസ്റ്റിൻ സന്യാസ സമൂഹത്തിന്റെ ചുമതലയിലുള്ള തലപ്പുഴ സെന്റ് തോമസ് ഇടവക സന്ദർശിച്ചിരുന്നു. അന്നത്തെ ഫാദർ റോബർട്ട് ഫ്രാൻസിസിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഈ ഇടവക സമൂഹം. സന്യാസ സമൂഹ സന്ദർശനത്തിനെത്തിയ ഫാദർ റോബർട്ട് ഇടവക ജനത്തിനൊപ്പം വിശുദ്ധ കുർബാനയർപ്പിച്ച് പള്ളിമേടയിൽ താമസിച്ചാണ് തിരിച്ചുപോയത്. 2006-ൽ ഈ സന്ദർശനം നടക്കുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം ഭാവിയിൽ മാർപ്പാപ്പയാകുമെന്ന്. മെയ് 11-ന് ഇടവകജനം ഒന്നാകെ ലയോ 14-ാമൻ പാപ്പയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രാർത്ഥിച്ചു. പാപ്പയുടെ സ്ഥാനാരോഹണം ക്രമീകരിച്ചിരിക്കുന്ന മെയ് 18-നും വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തുമെന്ന് ഇടവക വികാരി ഫാദർ ആന്റണി മടത്തിപ്പറമ്പിൽ അറിയിച്ചു. പാപ്പ ഇന്ന് അഗസ്റ്റീന സഭയ്ക്ക് വളരെ അഭിമാനത്തിന്റെ ഒരു ഘടകമായി മാറിയിരിക്കുക. കാരണം ഇക്കാലം അത്രയും ഏതാണ്ട് 741 വർഷപ്പഴക്കമുണ്ട് അഗസ്റ്റീന സഭയ്ക്ക്. ഈ 741 വർഷത്തിനു ശേഷമാണ് ഒരു പിതാവ് മാർപ്പാപ്പയായി അല്ലെങ്കിൽ പാപ്പയായി എന്ന പത്രോസിന്റെ സിംഹാസനത്തിൽ അധികാരം ഏൽക്കുന്നത്. വരുന്ന 18-ാം തീയതിയാണ് പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകളെന്ന് നമുക്കെല്ലാവരും അറിയാം. എളിമയുടെ മൂർത്തി രൂപം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ലിയോ 14-ാം പാപ്പ വിശേഷിപ്പിക്കാവുന്നതാണ്. 2 തവണയായിട്ട് സന്ദർശിച്ചു. ഈ 2 തവണ 2003-ലും 2006-ലുമാണ് കേരളം സന്ദർശിച്ചത്. 2006 ഒക്ടോബർ 6, 7 തീയതികളിലായിട്ടാണ് പിതാവ് ഇവിടെ സന്ദർശനം നടത്തിയത്. അച്ഛൻ അന്ന് ഞങ്ങളുടെ സഭയുടെ പ്രയർ ജനറലാണ്. 2 തവണ തുടർച്ചയായിട്ട് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എന്ന സവിശേഷതയും കൂടി പിതാവിൽ ഉണ്ട്. കാരണം അത്രമാത്രം സ്വീകാര്യനായിരുന്നു, അത്രമാത്രം എല്ലാവരും സർവ്വസമ്മതനായിരുന്നു, അത്രമാത്രം ലാളിത്യ ജീവിതം കൊണ്ടും തന്റെ സംഭാഷണം കൊണ്ട് പുഞ്ചിരി കൊണ്ടുപോലും എല്ലാവർക്കും സർവ്വ സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ട് തന്നെ സഭ ഭദ്രമായിരുന്നു. സഭയുടെ രീതി അനുസരിച്ച് 2 തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം മാത്രമേ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ആ ഒരു കാലഘട്ടം റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് അച്ഛൻ തെരഞ്ഞെടുത്തത് ഒരു മിഷൻ മേഖലയായിരുന്നു. ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഒരു മേഖലയിലേക്ക്, പെറുവിലേക്ക് കടന്നു ചെല്ലുകയും ദരിദ്രരായ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ദൈവനായി തീർന്നുകൊണ്ട് അവരുടെ കഷ്ടപ്പാടിലും അവരുടെ വേദനയിലും അവരുടെ ഇല്ലായ്മയിലും ഒക്കെ കടന്നു ചെന്ന് അവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും മറ്റു കെടുതികളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് ചെളിപുരണ്ട ഒരു ജീവിതം വിശുദ്ധമാക്കി തീർത്ത ഒരു വലിയ പിതാവിനെ എന്തുകൊണ്ട് പെറുവിലെ മെത്രാനായി അവരോധിക്കുകയുണ്ടായി. അതും ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പിതാവിന്റെ നിസ്തുലമായ സേവനത്തിന് ദൈവം നൽകിയ വലിയൊരു സമ്മാനമെന്ന് വേണം ഇന്ന് സഭയുടെ അമരത്തിരിക്കുവാനായിട്ട്, പത്രോസിന്റെ സിംഹാസനത്തിരിക്കുവാനായിട്ട് ദൈവം നൽകിയത്. ഷിഗ്ന ന്യൂസ്, വയനാട്.